ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരമുള്ള വിശ്വാസം എന്നത്. പരസ്പരമുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, വിശ്വാസമില്ലെങ്കിൽ കുടുംബവുമില്ല, കൂടപ്പിറപ്പുമില്ല എന്ന്. എന്നാൽ എന്താണ് വിശ്വാസം? ഒരച്ഛൻ തൻ്റെ കുട്ടിയെ മുകളിലേക്ക് ഉയർത്തി എറിയുമ്പോൾ ആ കുട്ടി പേടിക്കുന്നതിന് പകരം ഉറക്കെ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അച്ഛൻ തന്നെ താഴെ വീഴാതെ പിടിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ആ കുട്ടിക്കുള്ളത്. ഈ ഒരു ബോധ്യത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം? അത് വെറുമൊരു വാക്ക് മാത്രമാണോ? അതോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ശക്തിയാണോ? വിശ്വാസത്തിൻ്റെ അർത്ഥം ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിശ്വാസമുണ്ട്. നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ അലാറം വെച്ച് ഉറങ്ങാൻ കിടക്കുന്നത്. ഒരു ചെറിയ വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് എന്നെങ്കിലും ഒരിക്കൽ വലിയ വൃക്ഷമായി മാറി ഫലം നൽകും എന്നുള്ള പ്രതീക്ഷയും വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസം തന്നെയാണ്. ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ ഇതിനുമപ്പുറം മെച്ചപ്പെട്ട മറ്റൊന്നുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശ്വാസം തന്നെയാണ്. തോൽവികളിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കുന്നതും വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു. മഴ പെയ്യാൻ വേണ്ടി ഗ്രാമവാസികൾ എല്ലാവരും ഒത്തുചേർന്നു പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. നിശ്ചിത ദിവസം ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തുകയും ചെയ്തു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടി മാത്രം ഒരു കുട കയ്യിൽ കരുതിയാണ് വന്നത്. കുടയാണ് വിശ്വാസം. പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് കുട കൊണ്ടുവരാനുള്ള വിശ്വാസമുണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കുട ഉണ്ടായിരിക്കണം. പ്രതീക്ഷ കൈവിടാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് അന്ധമായ വിശ്വാസങ്ങളെയാണ്. അന്ധവിശ്വാസം നമ്മെ ചിന്തിക്കുന്നതിൽ നിന്നും വളർച്ചയിൽ നിന്നും പുറകോട്ട് വലിക്കുന്നു. അത് ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസം നമ്മെ ഭയത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ജീവിതത്തിൽ ധൈര്യവും ശക്തിയും പകർന്ന് മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ നൽകുന്നു. ചുരുക്കത്തിൽ വിശ്വാസം എന്നത് ജീവിതത്തെ നോക്കുന്ന ഒരു കണ്ണാടിയാണ്. അതിന് നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തെ നമ്മൾ 3 രീതിയിൽ കാണുമ്പോൾ ഇതിൽ ആദ്യത്തെ വിശ്വാസം എന്നത് ഈശ്വരനോടുള്ള വിശ്വാസം തന്നെയാണ്. ഈശ്വരനോടുള്ള വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈശ്വരൻ ആരാണ് എന്ന് അറിയുക തന്നെ വേണം. ഈശ്വരൻ ആരാണ് എന്നറിയുന്നതിലൂടെ ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്വയത്തിലുള്ള വിശ്വാസമാണ്. ഈശ്വരനിൽ നമുക്ക് വിശ്വാസമുണ്ടാകുമ്പോൾ സ്വയത്തിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലൂടെ എല്ലാ ബന്ധങ്ങളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പരസ്പരമുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഈ വിശ്വാസത്തിലൂടെ നമുക്ക് എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. വിശ്വാസമുള്ളവന് എല്ലാം സാധ്യമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ എന്താണ് വിശ്വാസം, വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള സൗജന്യമായ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരീസ് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഓം ശാന്തി.